നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് കെ പി സജിനാഥ്. ഒരു കണ്ണും നനയരുത്, ഒരു കുഞ്ഞും കരയരുത്. കരയരുതൊരു കുഞ്ഞും നനയരുതൊരു കണ്ണും. ഒരുപക്ഷെ ഈ കവിതാശകലങ്ങൾ നിങ്ങൾ കേട്ടു കാണും. ഒരു സമൂഹത്തിൻ്റെ ഉത്കണ്ഠയാണ് ഈ കവിതയിലൂടെ, ഈ 4 വരിയിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത്. നിരവധി കുട്ടികളാണ് കുരുതി കൊടുക്കപ്പെടുന്നത്. പ്രസവിച്ച് ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ചെറുതല്ല. അനാഥമാകുന്ന ബാല്യങ്ങളുടെ എണ്ണവും നീണ്ടു പോകുകയാണ്. അതിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിൽ തന്നെ യൗവനങ്ങൾ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, നമുക്ക് കരുതലോടുകൂടി കാത്തു നിൽക്കുവാൻ, കരുതലോടുകൂടി ക്ഷമയോടുകൂടി അവരെ വളർത്തിയെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അവർക്ക് കരുതലാകേണ്ട സമൂഹവും നിഷ്പ്രഭമായി നിൽക്കുന്നു, അഥവാ അവരുടെ തകർച്ചയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന അവസ്ഥയുണ്ട്. ഇവ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി തടഞ്ഞേ മതിയാകും. അതിനുള്ള നിരവധി സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങളോടുകൂടി ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കരുതലോടുകൂടി വളർത്തിയെടുക്കുവാൻ, കരുതലോടുകൂടി കാത്തുരക്ഷിക്കുവാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമഗ്രമായ സംവിധാനമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. വിവിധ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കാരണവന്മാരായി കരുതലോടുകൂടി അവരെ മുന്നോട്ട് നയിക്കുമെന്ന സ്ഥാപനമാണ് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അതിൻ്റെ മുൻ ചെയർമാനായി പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലത്തിൻ്റെയും ചെയർമാനായി പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്വമാണ് ഈ ശൈശവങ്ങളെ കൈപിടിച്ച് നടത്തേണ്ടത്, വളർത്തേണ്ടത്. തുടർന്ന് ബാല്യത്തിലെത്തുന്ന ഇവരെ തുടർന്ന് യൗവന കാലഘട്ടത്തിലും കരുതലോടുകൂടി ഇവരെ കാത്തുകൊള്ളേണ്ടതുണ്ട് ഈ സമൂഹം. അത്തരത്തിലൊരു സമൂഹത്തിന് മാത്രമേ പ്രായമുള്ളവരെ സംരക്ഷിക്കുന്ന വികസനോന്മുഖമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു നാടാക്കി ഈ നാടിനെ മാറ്റുവാൻ കഴിയൂ. അതിന് കാവലാകേണ്ടവർ ഈ കുരുന്നുകളാണ്. നാളെയുടെ പ്രതീക്ഷകളായി വളരേണ്ടവരാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം എന്നും കുട്ടികളോട് സംസാരിക്കുവാൻ, അവരുമായി ഇടപഴകുവാൻ താല്പര്യം കാണിച്ചിട്ടുള്ള നേതാവാണ്. ആ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഈ നിലയിൽ വളരുവാൻ ഇടയായത്. ഭാവിയെ കരുതിക്കൊണ്ട് ഒരു രാഷ്ട്ര സമൂഹത്തെ ശാസ്ത്രീയ ബോധമുള്ള സമൂഹമാക്കി മാറ്റുന്നതിന് അദ്ദേഹം ശ്രമിച്ചത് കുട്ടികളിൽ നിന്ന് തന്നെയാണ്. ആ കുട്ടികളെ കരുത്താക്കി മാറ്റിക്കൊണ്ട്, കരുതലോടെ നോക്കിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന് വളരുവാൻ കഴിയുമെന്ന് കാട്ടിക്കൊടുത്ത നേതാവാണ്. അങ്ങനൊരു രാജ്യത്തെ ജേതാവാക്കിയതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു.